ചേച്ചിയുടെ റീസെന്റ് മരണപ്പെട്ട വിഷ്ണു പ്രസാദ് അല്ലേ, നമ്മൾ വിചാരിക്കും വിഷ്ണു എന്തോരം സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു, എന്തോരം റോളുകൾ സീരിയലിൽ ചെയ്യുന്നു, പിന്നെ ഒരു കരൾ മാറ്റി വെക്കാൻ പോലും സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ ചേച്ചി? മോളെ അതെന്നാന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എത്ര സിനിമ ചെയ്താലും ശരി, സീരിയൽ ചെയ്താലും ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ഒരു നല്ല ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മിനിമം 40 ലക്ഷം ആകുമോ? പിന്നെ ഒരു 2 വർഷത്തെ അവരുടെ ട്രീറ്റ്മെന്റും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു 10-15 ലക്ഷം രൂപ, നമ്മളൊരു മിനിമം 50 to 60 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ കരുതണം. അറിയാം. കാരണം എന്റെ കസിന്റെ കരള് മാറ്റി വെച്ച 50 ലക്ഷം രൂപ, പിന്നെ 50 ലക്ഷമായി. പിന്നെ മോളെ അവരെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്ര ലക്ഷമാകും? അപ്പൊ വിഷ്ണുവിന് 2 കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, ആ കുട്ടികളെ കോളേജിൽ വിടണം, ആ കുട്ടികളെ പഠിപ്പിക്കണം, വീടിന്റെ വാടക കൊടുക്കണം, വീട്ടിലെ ചെലവുകൾ ചെയ്യണം. ഇത് എന്താ കുഞ്ഞുകളിയാണെന്ന് വിചാരിച്ചോ? ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ചിലവർക്ക് പൈസ ഉണ്ടാകും. അപ്പോൾ അതങ്ങനെയാ ഇങ്ങനെയാ, ആത്മയ്ക്ക് കൊടുക്കാറുന്നില്ലേ, അമ്മയ്ക്ക് കൊടുക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വാഗ്യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഇതെല്ലാം പറയുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സീമ ചേച്ചി, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ 3-4 മാസങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തുള്ള പരിചയമാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും ചേച്ചി വന്ന് കൃത്യമായി മറുപടികൾ പറയും. ചേച്ചി ഈ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൊത്തം എന്താ പറയുന്നത്, ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ്. കാരണം ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, നോർമൽ ഒരു ലൈഫ് നയിക്കുന്ന നമുക്ക് തന്നെ എന്തോരം സ്ട്രെസ്സും ടെൻഷനുമാണ്. എന്നിട്ടും ചിരിച്ച് എങ്ങനെയാണ് ചേച്ചി ഇതെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതില്ലേ, ഇതെല്ലാം ഒരു മൂടുപടമാണ്. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പം ജീവിതത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് താങ്ങാൻ പറ്റില്ല പൊന്നി. അതായത് എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം എൻ്റെ സിസ്റ്റർ അടക്കം എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവരെല്ലാവരും പറയുന്നത്, സീമ നിർത്തുമോ, ഇത് മതി, ഇത്രയും കാലം എല്ലാവർക്കും കുറേ പേർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണില്ലേ. ഈ അടുത്ത കാലത്ത് ഞാൻ ആലപ്പുഴയിലുള്ള കലവൂരിലുള്ള ഒരു മാസം മുമ്പ് ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട് കലവൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ജപ്തിയായി. അത് ഞാൻ തിരിച്ചെടുത്തു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഈ ദുഃഖങ്ങളെല്ലാം സീമ ഏറ്റെടുക്കുവാണ്. അപ്പോൾ ഇപ്പം ശരണ്യെ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഞാനിപ്പം ഒരാളെ സംരക്ഷിക്കുന്നുണ്ട്. അത് ആരാണെന്ന് എനിക്കിപ്പം ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഈ നടൻ അങ്ങനത്തെ നിങ്ങളുടെ സംഘടനയിലുള്ള ഒരാളെ തന്നെയാണ്? അതെ ആണ്. അപ്പോൾ വെളിപ്പെടുത്താൻ ചേച്ചി ആഗ്രഹം ഇല്ല, ഞാൻ ഇപ്പം പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ദിവസവും അവൻ്റെ മെസ്സേജുകൾ വരുമ്പോഴേ എനിക്ക് ഇവിടെ ആദ്യം കയറി തുടങ്ങും. അവനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ, അവന് കീമോയ്ക്ക് വേണ്ടി ഓടുമ്പോൾ, പിന്നെ ആശുപത്രികളിലേക്ക് ഞാൻ ഓടുമ്പോൾ, പല ഹോസ്പിറ്റലിലും നല്ല ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ കടം പറഞ്ഞു പോരുന്നുണ്ട്. അവന് വേണ്ടി കടം പറഞ്ഞ് പോരുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് തരാം, 15 ദിവസം കഴിഞ്ഞ് തരാം എന്നും പറഞ്ഞ് കടം പറഞ്ഞ് പോരുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തൽക്കാലം ശരണ്യയുടെ കാര്യം നമ്മൾ മൂടി വെച്ചതുപോലെ, അതായത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് അവൾ പോകുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വന്നത്. അതുപോലെ തന്നെയാണ് ഞാനിപ്പം ഇവൻ്റെ കാര്യത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞു, ഇപ്പം തൽക്കാലം ആരോടും ഒന്നും നീ പറയാൻ നിൽക്കണ്ട. കാരണം നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം. അതുവരെ നീ ആരോടും ഒന്നും പറയണ്ടെന്ന്. ഇപ്പം അവന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവന് തീരെ വയ്യ, ഭയങ്കര വോമിറ്റിങ്ങും ഭയങ്കര ലൂസ് മോഷനും ഒക്കെയാ. അപ്പം ഇവൻ അനുഭവിക്കുന്നതിൽ കൂടുതലാണ് അവൻ്റെ മെസ്സേജ് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. അവൻ ഒരാൾ മാത്രമല്ല കേട്ടോ, അതുപോലെ 100 കണക്കിന് ആൾക്കാർ എനിക്കുണ്ട്. അപ്പം എല്ലാവരും ചിലപ്പം ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് വരുമ്പോൾ ഭയങ്കര മോശമായിട്ടൊക്കെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു ദിവസമെങ്കിലും ഒരാൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെടണം, ഇറങ്ങിത്തിരിക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നവരെ ജീവിതത്തോട്, നമ്മുടെ ജീവനോട് ചേർത്ത് നിർത്തണം. എന്നിട്ട് അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ സുഖം എന്താണെന്ന്.